താരസംഘടനയായ അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റി നിയമനത്തിനെതിരെ മുൻ ഭരണസമിതി അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമസാധുത ഇല്ലെന്ന് കാട്ടി കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. മുൻ ഭാരവാഹികൾ ഓൺലൈൻ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. ഇതിനിടെ ശ്വേതാ മേനോനെതിരെ നടി ഉഷാ ഹസീന രംഗത്തെത്തി. സ്ഥാനമൊഴിയാതെ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ സംഘടനയിലെ സ്ത്രീകൾ സംഘടിച്ച് അമ്മയുടെ ഓഫീസിൽ സത്യഗ്രഹ സമരം നടത്തുമെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. മുൻ ഭരണസമിതിയിലെ അംഗങ്ങൾ രാജിവെച്ചില്ല എന്ന് രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിന് പിന്നാലെയാണ് ജോയ് മാത്യു, അതോടൊപ്പം തന്നെ ജയൻ ചേർത്തല, കൈലാഷ് എന്നിവർ മെയിൽ മുഖേന തങ്ങളുടെ രാജിക്കത്ത് കൈമാറിയത്. പക്ഷേ ശ്വേതാ മേനോൻ പറയുന്നത് ഇനി തങ്ങൾ നിയമ പോരാട്ടം തുടരുകയാണ്. സംഘടനയിൽ നിന്നും, അതായത് നിലവിൽ രാജിവെച്ച് പുറത്തു പോകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടിയാണ് ശ്വേതാ മേനോൻ പറയുന്നത്. ഒപ്പം ഒരു ഭരണസമിതി മാറിക്കഴിഞ്ഞാൽ ബൈലോ പ്രകാരം ഈ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ആരാണ് പറഞ്ഞത്? അത്തരത്തിലൊരു കാര്യമില്ല. തങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്വേത അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. പല ചോദ്യങ്ങളും ഈ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾക്ക് മേൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് നടി ശ്വേതാ മേനോൻ. ഇന്നലെ ഈ മുൻ ഭാരവാഹികൾ ഓൺലൈനായി യോഗം ചേർന്നിരുന്നു. പക്ഷേ ഉണ്ണി ശിവപാലും ലക്ഷ്മിപ്രിയയും ആ യോഗത്തിൽ പങ്കെടുത്തതുമില്ല. അതിനിടയിൽ നടി ഉഷാ ഹസീന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അത് ശ്വേതാ മേനോന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ്. ഒരു ജനറൽ ബോഡി ഒന്നടങ്കം തീരുമാനിച്ചതാണ് ഈ ഭരണസമിതി മാറണമെന്ന്. എന്നിട്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്തിനാണ്? ഇനിയും അങ്ങനെ തുടരാനാണ് തീരുമാനമെങ്കിൽ സ്ത്രീകളെല്ലാം സംഘടിച്ചുകൊണ്ട് അമ്മ ഓഫീസിലേക്ക് വരും എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. മോഹൻലാലിന്റെ ഭരണസമിതിയിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഈ ഭരണസമിതിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അതായത് കണക്ക് കാണിക്കുന്നതിനടക്കം വലിയ തെറ്റുകൾ, അല്ലെങ്കിൽ അത് കൃത്യമായി കാണിച്ചിരുന്നില്ല സംഘടനയിലെ ഭാരവാഹികൾ. ഈ ഒരു ഭരണസമിതി അത് ചോദ്യം ചെയ്തതാണ്. അത് തെളിയിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്തേക്ക് ഇനിയും സംഘടനയിൽ കടിച്ചു തൂങ്ങി നിൽക്കരുത് എന്നാണ് ശ്വേതാ മേനോന് മുന്നറിയിപ്പുമായി നടി ഉഷാ ഹസീന രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെ അഡ്ഹോക് കമ്മിറ്റിക്ക് തീരുമാനങ്ങൾ എടുക്കുവാനോ അത് രൂപീകരിക്കുവാനോ ബൈലോ പ്രകാരം അനുവാദമില്ല എന്നുകൂടിയാണ് ശ്വേതാ മേനോൻ ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.